ലോകത്തിൽ ഒരു വർഷത്തിൽ ഏകദേശം 1 മുതൽ 1.25 ലക്ഷത്തോളം ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അതിൽ 50,000-ഓളം ആൾക്കാർ ഇന്ത്യയിൽ മാത്രമാണ് മരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പാമ്പ് കടിയേറ്റ ഒരാളെ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ചികിത്സയുടെ ഒരു ചെറിയ വിവരണം. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ അമൽ ജോസ്, പാലക്കാട് നെന്മാറയിലെ അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഇൻറ്റൻസിവിസ്റ്റാണ്. ഒട്ടനവധി പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിൽ 4 വിഭാഗത്തിലുള്ള പാമ്പുകളാണ് മനുഷ്യന് മരണകാരണമാകുന്ന രീതിയിൽ കടിയേൽക്കുന്നത്. 4 എന്ന് പറയുന്നത് കോബ്ര, മൂർഖൻ എന്ന് പറയും, വെള്ളിക്കട്ടൻ, ശംഖുവരയൻ എന്ന് വിളിക്കുന്ന ക്രെയ്റ്റ്, അണലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന 2 പാമ്പുകൾ, റസൽസ് വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ. അങ്ങനെ ഈ 4 പാമ്പുകൾ, കോബ്ര, ക്രെയ്റ്റ്, റസൽസ് വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ, ഈ 4 വിഭാഗത്തിലുള്ള പാമ്പുകളാണ് പ്രധാനമായിട്ടും മനുഷ്യനിൽ മരണം ഉണ്ടാക്കുന്ന രീതിയിൽ പാമ്പ് കടിയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിവെനം ഈ 4 പാമ്പുകളുടെ വിഷത്തെയും ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റിവെനമാണ്. അതിന് നമ്മൾ പോളിവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറയും. ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. പലപ്പോഴും കാണുന്നത് പാമ്പ് കടിയേറ്റ ആളുടെ കാലിൽ നിന്ന് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എവിടെയാണോ കടിയേറ്റത് അവിടെ മുറിവുണ്ടാക്കി അവിടെ നിന്ന് രക്തം വാർത്തി കളയാമെന്ന് പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരും അവിടുന്ന് സക്ക് ചെയ്ത് രക്തം പുറത്തെടുത്ത് കളഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതും ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവിടെ ഐസ് വെച്ച് കൂട്ടി വെക്കുക, അല്ലെങ്കിൽ മുറിവേറ്റതിന്, പാമ്പ് കടി ഏറ്റതിന് മുകളിലായിട്ട് വരിഞ്ഞ് നല്ല മുറുക്കത്തിൽ കെട്ടിവെക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പാമ്പ് കടിച്ച ആൾക്കാരുടെ ശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മെയിൻലി ചെയ്യേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആ ഭാഗം സോപ്പിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകുക, പാമ്പ് കടിയേറ്റ ഏരിയ. 2, പാമ്പ് കടിയേറ്റ ഏരിയ, ഇപ്പോൾ കാലാണെങ്കിൽ കാല് ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു വടിയോ വെച്ചിട്ട് ഒരു ക്രേപ്പ് ബാൻഡേജ് ഉപയോഗിച്ച് അനങ്ങാത്ത രീതിയിൽ, കാല് അനക്കാൻ പറ്റാത്ത രീതിയിൽ പതുക്കെ, അത് വലിയ ടൈറ്റ് അല്ലാത്ത രീതിയിൽ കെട്ടുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്തുള്ള എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പം ഈ കാര്യങ്ങളാണ് പാമ്പ് കടിയേറ്റാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളവരെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മൂർഖൻ കടിച്ചു വന്നാലും ശരി, അണലി കടിച്ചു വന്നാലും ശരി, നമ്മൾ ആദ്യം തന്നെ ആൻറ്റിവെനം കൊടുക്കുക എന്നൊരു വിചാരം, ഒരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കുമുണ്ട്. അങ്ങനെയല്ല. ആൻറ്റിവെനം കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻസ് ഓഫ് എൻവെനമേഷൻ, അതായത് വിഷമേറ്റതിൻ്റെ ക്ലിനിക്കൽ സൈൻസ് ഉണ്ടെങ്കിൽ മാത്രം. അത് മൂർഖൻ എന്ത് പാമ്പ് കടിച്ചോട്ടെ, വിഷമുള്ളത് കടിച്ചോട്ടെ, വിഷമില്ലാത്തത് കടിച്ചോട്ടെ, നമ്മൾ എപ്പോഴാണോ ആൾക്ക് വിഷമേറ്റതിൻ്റെ സൈൻസ് വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ആൻറ്റിവെനം കൊടുക്കത്തുള്ളൂ. അപ്പം പേഷ്യൻറ്റിനെ നമ്മൾ 24 മണിക്കൂർ മിനിമം, ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂർ ഒബ്സർവ് ചെയ്യും. ആ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും ക്ലിനിക്കൽ സയൻസും നോക്കും. ഈ ക്ലിനിക്കൽ സയൻസിലോ ബ്ലഡ് ടെസ്റ്റുകളിലോ വ്യത്യാസം വന്നാൽ ആ സമയത്താണ് നമ്മൾ ആൻറ്റിവെനം കൊടുക്കുന്നത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ പാമ്പ് കടിയേറ്റ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുകയും കറക്റ്റായിട്ടുള്ള സമയത്ത് നമുക്ക് ആൻറ്റിവെനവും മറ്റ് അനുബന്ധ ചികിത്സകളും കൊടുക്കാൻ സാധിക്കുകയും ചെയ്താൽ ഒരു നല്ല ശതമാനം മരണങ്ങളും നമുക്ക് പാമ്പ് കടി മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പല ആൾക്കാരും പാമ്പ് കടിക്കുള്ള ശാസ്ത്രീയമായ ചികിത്സ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ അത് താങ്ങാൻ പറ്റുന്നതിലധികമാണെന്ന് വിചാരിച്ച് മറ്റ് പല അശാസ്ത്രീയമായ രീതികളിലേക്കും തിരിയുകയാണ് പതിവ്. അത് പലപ്പോഴും ആൾക്കാരുടെ ജീവന് അപകടമാകുന്ന രീതിയിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ നമുക്കതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
കേരള ഗവൺമെൻറ്റിൻ്റെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം കേരളത്തിലെ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഏത് ഹോസ്പിറ്റലിൽ പോയി ശാസ്ത്രീയമായ രീതിയിലുള്ള പാമ്പ് കടിക്കുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന ചിലവുകൾ ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെല്ലാ ആൾക്കാരും മനസ്സിലാക്കി വെക്കേണ്ട അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും അശാസ്ത്രീയമായ രീതികളിലേക്ക് പോകുന്നത് തടയാൻ ഈ ഒരു അറിവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, പാമ്പ് കടി ഏറ്റാൽ, ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ മാത്രം ചെയ്ത്, അതായത് കാലിൽ വൃത്തിയായി കഴുകുക, അത് ഇമ്മൊബിലൈസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, വിദഗ്ധ ചികിത്സ തേടുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട്, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ എത്രയും പെട്ടെന്ന് അവരെ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അങ്ങനെ നമുക്ക് വിലപ്പെട്ട ജീവനുകൾ പാമ്പ് കടി ഏറ്റതുമൂലം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം.